ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. രേഖാചിത്രത്തിൻ്റെ രണ്ടാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ഇതുവരെ 610ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ 62,000-ന് മുകളിലുള്ള ആളുകൾ ഈ രണ്ടാം ദിവസവും കണ്ടു. സിനിമയുടെ ഒക്യുപ്പൻസി ഇതുവരെ 36%. ഇനിയും ഈവനിങ് നൈറ്റ് ഷോ ഒക്കെ ആകുമ്പോഴത്തേക്ക് 40-ന് മുകളിലേക്ക് എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്നലെയും ഇതേപോലെ തന്നെയായിരുന്നു. ആദ്യ ദിനം മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചപ്പോഴും 36%. ഫൈനൽ വന്നപ്പോൾ 43%-ലേക്ക് എത്തി. സാധാരണ ആദ്യ ദിനത്തേക്കാൾ കുറവായിരിക്കും രണ്ടാം ദിവസം കളക്ഷനെങ്കിൽ ഇവിടെ ആദ്യ ദിവസത്തേക്കാൾ കൂടുതലായിരിക്കും രണ്ടാം ദിവസത്തെ കളക്ഷൻ എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് ഇതിനിടയിൽ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതുവരെ 13ഓളം ഹൗസ്ഫുൾ ഷോകളും 44ഓളം ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളുമാണ് ട്രാക്കേഴ്സ് പറയുന്നത്. ഇപ്പോൾ 1,25,500,000 രൂപയോളമാണ് സിനിമ ഇതിനോടകം തന്നെ നേടിയിരിക്കുന്നത്. ഫൈനലായിട്ട് പ്രതീക്ഷിക്കുന്നത് 1,74,00,000 രൂപ. ഇന്നലെ ലഭിച്ചത് 1,56,00,000 രൂപ മാത്രം. അതായത് അങ്ങനെ 1,95,00,000 രൂപയോളമാണ് കേരള കളക്ഷനായിട്ട് ആദ്യ ദിനം വന്നെങ്കിൽ ഇന്ന് 2,10,00,000 രൂപയ്ക്ക് മുകളിലായിരിക്കും സിനിമയുടെ കളക്ഷൻ. മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന ശനി ഞായറിലൂടെ നമുക്ക് കൂടുതലും ഒരു 4 കോടിയെങ്കിലും മിനിമം വരും 2 ദിവസം കൊണ്ടെന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ്. മിനിമം ആ റേഞ്ചാണ് പറഞ്ഞത്. ഒരുപക്ഷെ 5 കോടി 6 കോടി റേഞ്ചിലേക്ക് പോകാനുള്ള എല്ലാ ചാൻസുകളും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ശനി ഞായറിൽ ഇതുവരെയുള്ള ആ റെസ്പോൺസ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ്. സിനിമ ഇന്നലെ റെക്കോർഡ് ബുക്കിംഗ് തന്നെയാണ് നടന്നിരുന്നത്. ആദ്യ മണിക്കൂറുകളിൽ ചെറിയ ബുക്കിംഗ് ആണെങ്കിൽ പിന്നീട് 7,000-8,000 ടിക്കറ്റുകളാണ് വിറ്റുപോയിരുന്നത്. ഇന്നലെ മാത്രമായിട്ട് 78.67K ടിക്കറ്റ്സുകളാണ് വിറ്റുപോയത്. അതിഗംഭീരമായിട്ടുള്ള ടിക്കറ്റ് ബുക്കിംഗ് തന്നെയായിരുന്നു സിനിമയ്ക്ക് നടന്നിരുന്നത്. മലബാർ ഏരിയയും തെക്കൻ ഏരിയയിലുമൊക്കെ തേരോട്ടം തന്നെയായിരുന്നു. മലബാർ കീഴടക്കി എന്നുള്ള പോസ്റ്റർ വരികയും തെക്കൻ തേരോട്ടം എന്നുള്ള പോസ്റ്ററുകളും ഒക്കെ ഒഫീഷ്യലായിട്ട് പുറത്ത് വരികയും ചെയ്തു. എന്താണെങ്കിലും മികച്ച രീതിയിലുള്ള വമ്പൻ കുതിപ്പ് തന്നെയാണ്. 2025-ലെ ആദ്യ ബ്ലോക്ക് ബസ്റ്ററാണ് സിനിമ എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരാഴ്ച കൂടി ഓടിയാൽ സിനിമ വലിയ രീതിയിലുള്ള ഒരു സക്സസ് ആകും. അടുത്ത ആഴ്ച വേറെ പടങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും സിനിമയ്ക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള ഒരു റേറ്റിംഗ് കൂടിയാണ്. ബുക്ക് മൈ ഷോയിൽ 9.3 ഔട്ട് ഓഫ് 10 ആണ് ലഭിച്ചിരിക്കുന്നത്. സിനിമ അന്യഭാഷകളിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലുമൊക്കെ മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ വന്നു എന്നുള്ളത് തന്നെയാണ് ഒഫീഷ്യലായിട്ടുള്ള കളക്ഷൻ അപ്ഡേറ്റുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആദ്യ ദിനം 4 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ട്രാക്കേഴ്സ് മുഖാന്തരം വരുന്നത്. എന്തായാലും അടുത്ത ദിവസത്തേക്ക് ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. 10 കോടിക്ക് മുകളിലേക്ക് സിനിമ 2 ദിവസം കൊണ്ട് നേടും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പുമായിരിക്കുകയാണ്. എന്തായാലും ഇതൊരു മികച്ച പ്രകടനം തുടരെയാണ് നമുക്ക് ആസിഫ് അലിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അനശ്വരയിൽ നിന്ന് എല്ലാം തികഞ്ഞ നായിക എന്നുള്ള ലെവലിലേക്ക് എത്തുന്ന കാരണം ഇതിനു മുമ്പുള്ള പല സിനിമകളും അവർ മാത്രം വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അവരെ മാത്രം കണ്ടുകൊണ്ട് വിജയിച്ച സിനിമകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. അത്രത്തോളം മികച്ച പെർഫോമൻസിലൂടെ തന്നെയാണ് മലയാളി ഹൃദയത്തിലേക്ക് അനശ്വര കടന്നു കയറിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമ ഗ്ലോബലായിട്ടും മികച്ച രീതിയിൽ തന്നെ പോവുകയാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ന് സിനിമയുടെ കളക്ഷൻ എത്രയായിരിക്കാം എന്നുള്ളതൊന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും അതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് പറയാം. ട്രാക്കേഴ്സ് പറയുന്നു 1,74,00,000 രൂപ വരും. അതായത് 2,10,00,000 രൂപയ്ക്ക് മുകളിലാണ്. നിങ്ങൾക്ക് ഒന്ന് പറയാം. നാളെ നമുക്ക് അതിനൊരു രസകരമായി കാണാമല്ലോ ഒഫീഷ്യലായിട്ട് വരുമ്പോൾ. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.